ഫിലിം ഗാരേജിന്റെ എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ മമ്മൂട്ടി ചേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. അത് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ്. സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രീസെയിൽ അപ്ഡേറ്റുകൾ നിലവിൽ വന്നു തുടങ്ങിയിട്ടില്ല. എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക, അതിനു മുന്നേ സിനിമയ്ക്കായിട്ട് ടിക്കറ്റ് എടുക്കുക എന്ന് ആദ്യം പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. ഇതിനിടയിൽ സിനിമയുടെ ഓൺലൈൻ പ്രൊമോഷന്റെ ഭാഗമായുള്ള അഭിമുഖങ്ങളുടെ ചിത്രീകരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂമൻ എന്ന മികച്ച ത്രില്ലർ സിനിമയൊരുക്കിയ ആസിഫ് അലി ജിത്തു ജോസഫ് കോംബോ വീണ്ടും നിർമ്മിക്കുകയാണല്ലോ. മിറാഷ് എന്ന സിനിമയുടെ പൂജ ചടങ്ങ് ഇന്ന് കോഴിക്കോട് വെച്ച് നടന്നിരിക്കുകയാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, ഒപ്പം തന്നെ ഹക്കീം ഷാ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണം കോഴിക്കോട്, പൊള്ളാച്ചി, കോയമ്പത്തൂർ, ഒപ്പം തന്നെ മൂലമറ്റം എന്നിവിടങ്ങളിലായിരിക്കും നടക്കുക. 60 ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കുന്ന സിനിമ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുന്നേ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ വിനീത് ശ്രീനിവാസൻ സിനിമയാണ് ഒരു ജാതി ജാതകം. ഇപ്പോഴത്തെ സിനിമയുടെ കാത്തിരുന്ന റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം അടുത്ത ആഴ്ച ജനുവരി 31 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സിനിമ കളക്ഷൻ എത്തുന്നത് ബേസിൽ ജോസഫ് സിനിമയോടാണ്. പൊന്മാൻ എന്ന സിനിമ അടുത്ത ആഴ്ച ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്തും. ബേസിൽ ജോസഫ്, സജിൻ ഗോപു തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ ടീസർ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. അജിത് വിനായക ഫിലിംസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. ഇന്ന് ഒരു തമിഴ് സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. അത് നിവിൻ പോളി നായകനെത്തുന്ന 7 കടൽ 7 മലൈ എന്ന സിനിമയുടെ ട്രെയിലറാണ്. നിവിൻ പോളി, സൂരി, അഞ്ജലി തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലറിന് നല്ല അഭിപ്രായങ്ങൾ വന്നിരിക്കുകയാണ്. ചിത്രം ഈ വർഷം മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. പേരൻപിന് ശേഷം റാം സംവിധാനം ചെയ്ത സിനിമ 2021-2022 കാലഘട്ടങ്ങളിൽ ചിത്രീകരണം നടന്ന തമിഴ് സിനിമയാണ്. മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമ ലാലേട്ടൻ നായകനെത്തുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. സിനിമയുടെ ഈ വർഷത്തിലെ ആദ്യത്തെ അപ്ഡേറ്റുകൾ, വമ്പൻ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങാനായിട്ട് ഒരുങ്ങുകയാണ്. നാളെ ടൊവിനോയുടെ ജന്മദിനം പ്രമാണിച്ച് ജനുവരി 21 സിനിമയുടെ ടൊവിനോ തോമസിന്റെ ജതിൻ രാംദാസ് കഥാപാത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്ററാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം സിനിമയുടെ ടീസർ, ഒഫീഷ്യൽ പ്രഖ്യാപന പോസ്റ്റർ എല്ലാം തന്നെ വരും. കാത്തിരിക്കൂ എമ്പുരാന്റെ അടുത്ത അപ്ഡേറ്റുകൾക്ക്.